കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഈ റോഡ് ഇങ്ങനെ ചുറ്റിയാണ് പോകുന്നത് കേട്ടോ. ഈ കൃഷിഭൂമിയെ ചുറ്റി ആ കാറ്റാടികളുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ തിരിഞ്ഞു പോകേണ്ടത് വലത്തോട്ടാണ്. ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്, ലക്കുണ്ടിയിലേക്ക്. നമ്മൾ ലക്കുണ്ടിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ലക്കുണ്ടിയിലേക്കുള്ള റോഡിലോട്ട് കയറുകയാണ്. ഇപ്പോഴത്തെ പാടത്തോട്ടൊക്കെ പോകുന്ന ട്രാക്ടറുകളൊക്കെ കാണാം. ഇനി ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയിട്ട് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞു പോകണം ക്ഷേത്രത്തിലോട്ട്. ഇതൊരു അയ്യപ്പ സേവാ സംഘത്തിൻ്റെ, ശബരിമല അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. നല്ല റോഡാണ് കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ട് സൈഡും മണ്ണൊക്കെ ഇട്ട് പൊക്കി ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു വണ്ടി ഇറക്കാൻ വയ്യാത്ത പരുവത്തിൽ കുഴിയായിട്ടൊന്നും കിടക്കുന്നില്ല. കാട് ഉണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് അവർ വെട്ടിക്കളയുന്നു. എല്ലാം കൃഷിയാണ് കേട്ടോ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ലക്കുണ്ടിയിലാണ്. ലക്കുണ്ടിയിലെ ജൈന ക്ഷേത്രമാണ് ഈ കാണുന്നത്. 11-ാം നൂറ്റാണ്ടിലാണ് ഈ ജൈനക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇതാണ് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ. ഇതാണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ ഒരു ദേവി ക്ഷേത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ മുൻപുണ്ടായിരുന്ന ജൈന ക്ഷേത്രത്തിൻ്റെ പ്രതിമയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം എത്ര മനോഹരമാണെന്ന് അവിടെ ചെന്ന് കണ്ടാലേ ഉള്ളൂ മനസ്സിലാകത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ പോലും ഇത്രയും ഭംഗിയിൽ, ഇത്രയും കൊത്തുപണികളോടുകൂടിയ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് സംശയം. അപ്പം ഞാൻ ഈ കുളത്തിനുള്ളിലേക്ക് ഇറങ്ങി വന്നതാണ്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. ഇവിടെ ഹനുമാൻ്റെയും അതുപോലെ തന്നെ രാമലക്ഷ്മണന്മാരുടെയും ഒക്കെ ക്ഷേത്രങ്ങളാണിത്. ഇത് രാമലക്ഷ്മണ ക്ഷേത്രമാണ്, ഇത് ഹനുമാൻ ക്ഷേത്രമാണ്. അപ്പോൾ ഈ കുളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത്. കണ്ടോ, 4 തട്ടായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹനുമാൻ ക്ഷേത്രം. അപ്പോൾ നമ്മുടെ ഇത് പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് പ്രവേശനം മാത്രമേ ഉള്ളൂ, ഫോട്ടോഗ്രാഫി മാത്രമേ അവിടെ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ചുരുക്കമായിട്ടേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതാണ് ആ കാണുന്ന പ്രധാന ക്ഷേത്രം. ഇനി നമുക്ക് പോകേണ്ടത് ആ പ്രദേശത്തേക്കാണ്. വാട്ടർ ടാങ്ക് കാണുന്ന ആ പ്രദേശത്താണ് ഇനിയുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അത് കണ്ടോ, ഇവിടുന്ന് കാണാൻ പറ്റും. ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിലോട്ടാണ് ചെല്ലാൻ പറ്റുക. അതും ഇതുപോലെ തന്നെ അതിപുരാതനമായ 11-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും തീർത്ത ക്ഷേത്രങ്ങളാണ്. ഇതിലെയൊക്കെ കൊത്തുപണികളാണ്. കാരണം ഇന്നത്തെ കാലത്ത് പോലും ഇതുപോലെ ഈ കല്ലിനൊക്കെ ഹോളുണ്ടാക്കി ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ കൊത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ്. നോക്കി, ഇതുപോലത്തെ 1000-കണക്കിന് 10,000-കണക്കിന്
ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഹെറിറ്റേജ് സെൻ്ററാണിത്. അപ്പോൾ പുരാതന ക്ഷേത്രങ്ങളുടെ പരമ്പരയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു ക്ഷേത്രം കാണാം. ഒരു പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അതിൻ്റെ വീഡിയോ എടുക്കാൻ അനുവാദമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ലക്കുണ്ടിയിൽ വന്നപ്പോൾ നമുക്ക് ഒരു വലിയ പുരാതനമായ ക്ഷേത്രങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമുക്ക് ലക്കുണ്ടിയിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ പാറക്കഷ്ണങ്ങൾ വലിയ സ്ലാബുകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൊത്തുപണികളില്ലെങ്കിലും അതിൻ്റെ ആ ഷേപ്പ് ഒപ്പിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. ആ ഷേപ്പിൽ അത് ആക്കിയെടുക്കുകയാണ്. ഇതുണ്ടോ, ക്ഷേത്രത്തിൻ്റെ ആ ശില്പങ്ങളുടെ കൊത്തുപണികൾ കണ്ടോ, എത്ര മൈന്യൂട്ടായിട്ടുള്ള വർക്കാണെന്നറിയോ. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കണ്ടാലും മതിവരാത്ത ഒരിതാണ്. അത് ഇങ്ങോട്ട് അവർ ആ ഷേപ്പ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിൻ്റെ ഷേപ്പുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത്. ബാക്കിയൊക്കെ പിന്നീട് നിർമ്മിക്കുമായിരിക്കുമെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് മാത്രമാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് സ്ലേറ്റ് കല്ലുകളാണ്. സ്ലേറ്റ് പോലത്തെ നമ്മുടെ സ്ലേറ്റ് ഉണ്ടാക്കുന്ന കടപ്പക്കല്ലുകൾ പോലത്തെ കല്ലുകളാണ്. അതിലാണ് കൂടുതലും കൊത്തുപണി എടുക്കാൻ പറ്റുക. രണ്ട് ഇതുപോലത്തെ കല്ലുകൾ രണ്ടാ കാണുന്നത് കൊത്തുപണി എടുക്കാൻ പറ്റുന്ന കല്ലുകളും ഇത് തനി കരിമ്പാറകളുമാണ്. ഇതൊക്കെ സ്ലാബാണ്. അതിലാണ് കൊത്തുപണികൾ ചെയ്യുന്നത്. കട്ടി കുറഞ്ഞ കല്ലുകളിൽ അത്തരം കല്ലുകളാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ കല്ലുകളൊക്കെ കൊത്തുപണി എടുത്ത കല്ലുകളാണ്. അവ എന്ത് ഫിനിഷിംഗ് ആണെന്നറിയോ. ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിങ്, ഗ്ലേസിങ്, പോളിഷ് ചെയ്യുകയേ വേണ്ട. ചുമ്മാ എന്ത് സംഭവം ഇട്ടാണ് അവരത് പോളിഷ് ചെയ്തെന്നൊരു പിടുത്തവും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ലക്കുണ്ടി. അപ്പോൾ ലക്കുണ്ടിയിൽ തികച്ചും ഗ്രാമമാണ് കേട്ടോ. ഈ ഗ്രാമത്തിനുള്ളിലൂടെ നമുക്കിങ്ങനെ നടന്നു പോകാം. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് അതിപുരാതനമായ മറ്റ് 2 ക്ഷേത്രങ്ങളിലേക്കാണ്. ആ ക്ഷേത്രങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലായിരിക്കും ഈ ക്ഷേത്രങ്ങൾ കൂടുതലും കാണുക. അതുകൊണ്ട് ഈ ഗ്രാമീണ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതുണ്ട്. ട്രാക്ടറുകളാണ് കൂടുതലും. ഇതുണ്ട് ഇവിടെ മുഴുവൻ ഇതൊരു ലക്കുണ്ടി എന്നുള്ളൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. പുരാതനമായ വീടുകളും കൊത്തുപണികളുള്ള ഇതൊക്കെ വലിയ ഫാമിലിയാണ്. ഇത് കണ്ടോ, പാടത്തുനിന്ന് ചോളത്തിൻ്റെയൊക്കെ, പാടമല്ല പറമ്പുകളാണ്, അവിടുന്ന് ചോളത്തിൻ്റെയൊക്കെ ഇത് കച്ചി കൊണ്ടുവന്നിട്ടിട്ട് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ശരി, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അവർ നമ്മുടെ സൈക്കിളൊക്കെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഹിന്ദി മാലൂമേ നെയ്യന केरला से आया। क्रिकेट खेलता है? किधर खेलेगा? खेलता है? कौन सा बोल रहा है? नहीं जा रहा है। ये पूरा इंडिया देखने के लिए। इंडिया देखने के लिए। खाना इसमें ही खाते हैं? नहीं नहीं, नाये खाना इरिकണ്ട. खोल के दे. ये किधर से लेकर आए हो? मेरा घर का है. तेरा है? रे तोड़ना मत रहा. क्या कर रहे यार. पंप नहीं है तो मैं कैसा जाएगा. नहीं टच नहीं करना, देखना, आराम करना. सही है ना? ओके. मैं अभी उधर जा रहा है मंदिर, दूसरा मंदिर. ओके. അപ്പോൾ ലക്കുണ്ടിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പിടിച്ചാൽ ഇടത്തോട്ട് പോയാൽ അടുത്ത ക്ഷേത്രത്തിലെത്താം. ഓക്കെ, ബൈ. അപ്പോൾ ഇതിലെ ഇറങ്ങി വേണം പോകാൻ. ഗ്രാമ വഴികളാണ്, പതിയെ പോവുകയാണ്. ഇപ്പോൾ കാറ്റ് പോയിട്ടൊരു തെന്നൽ പോലും ഇല്ല. ചില പയ്യന്മാർക്കൊക്കെ നന്നായിട്ട് ഹിന്ദി അറിയാം കേട്ടോ.
ചിലർക്ക് ഒട്ടും അറിയില്ല. ഇതാണ് ആ കുളത്തിൻ്റെ സൈഡ് കേട്ടോ. കല്ല് കെട്ടി ഭദ്രമാക്കിയിരിക്കുന്ന കുളങ്ങളാണ്. ഇവിടെ ശൗചാലയമൊന്നുമില്ല കേട്ടോ. വഴി സൈഡ് തന്നെയാണ് ഇവരുടെ ശൗചാലയം. പറമ്പുകൾ ഇത് കണ്ടോ, പശുവിന് തീറ്റ ചെയ്തിരിക്കുന്നുണ്ടോ. തെനയാണ്, തെനയല്ല, റാഗിയിലാണ്. ഇവിടെ ഒരു ചെറിയ തടാകമൊക്കെ ഉണ്ട്. ഒരു ചെറിയ തടാകമാണ് വലതുവശത്ത്. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവൻ ഗ്രാമത്തിലെ വേസ്റ്റാണ്. ഇത് കണ്ടോ, ചാണകം കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ JCBക്ക് കോരിയെടുത്ത് കൊണ്ടുപോയി, കീരിയാണ് കേട്ടോ, കീരി JCBക്ക് കൊണ്ടുപോയാണ് കൃഷിസ്ഥലങ്ങളിൽ കൊണ്ടുപോയി തട്ടുന്നത്. അവിടെയെല്ലാം പൂക്കൃഷിയുണ്ട് കേട്ടോ. അത് കാണാം, നമുക്ക് തിരിച്ചു വരുമ്പം കാണാം. അതിൻ്റെ ഉള്ളിലൂടെ പോയാൽ കാണാമെന്നാണ് തോന്നുന്നത്. മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. വലിയ പൈസക്കാരുടെ ആയിരിക്കും സ്ഥലം. അതുകൊണ്ട് നമുക്ക് ചെല്ലുന്നത് ചിലപ്പോൾ അവർ സമ്മതിച്ചെന്ന് വരികയില്ല. നമസ്തേജി. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ സൈഡിലെ 2 ക്ഷേത്രങ്ങൾ കാണാനാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഈ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സെയിം ക്ഷേത്രമാണ്. അതൊരു പ്രധാന ക്ഷേത്രം. ഇതല്ലാത്ത ഇത് സംരക്ഷണത്തിലുള്ള ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അവിടെ ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് മറ്റൊരു ക്ഷേത്രമാണ്. മറ്റ് 2 ക്ഷേത്രങ്ങൾ. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രവേശനം ഏതുവഴിയാണെന്ന് അറിയില്ല. ഞാൻ ഒരിക്കലും അവിടം വരെ ചെന്ന് നോക്കാം. നായി കയറാതിരിക്കാണെന്ന് തോന്നുന്നു കൂട്ടിയിടുന്നത്. അപ്പോഴത്തെ ഇതും അതുപോലെ തന്നെയുള്ള ഒരു മഹാക്ഷേത്രമാണ്. വളരെ പുരാതനമായൊരു ക്ഷേത്രം. അപ്പോഴത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം. പൂജകളൊക്കെ കഴിഞ്ഞ് കഴുകിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു വലിയ ക്ഷേത്രം. അതുപോലെ തന്നെ ഇത് മറ്റൊരു ശിവലിംഗം വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. സെയിം ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളെല്ലാം സെയിമാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഇതൊക്കെ അരയ്ക്കാനുള്ള പൂജാ സാധനങ്ങളൊക്കെ അരയ്ക്കാനുള്ളൊരു കല്ലാണിത് കേട്ടോ. അതിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ളത് ആ സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കടപ്പക്കല്ലിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കൊത്തുപണി വളരെ മനോഹരമായി കാണുന്നത്. നല്ല ഫിനിഷിങ്ങോടുകൂടി കാണുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ കൈയിടാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ആനയുടെ വിവിധ രീതികളാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ആനയെ തന്നെ പല രീതിയിൽ, ആന തടിയിടിക്കുന്നത്, തടി പൊക്കുന്നത്, തീറ്റ തിന്നുന്നത്, അങ്ങനത്തെ ഓരോരോ ആനയുടെ വിവിധ രീതികളാണ് കാണിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ആകെ മുഴുവൻ കല്ലുകളിൽ കൊത്തുപണികളാണ്. ഇത്ര കാലങ്ങളായിട്ട് ഇതൊന്നും നശിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ തൂണൊക്കെ ഒറ്റ കല്ലെ തീർത്തിരിക്കുന്ന തൂണുകളാണ്. അത് നോക്കി, സമ്മതിക്കാതിരിക്കാൻ പറ്റി. ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം വെളിയിലേക്ക് വരാനുള്ള ചാലാണ് കേട്ടോ. അതിലൊക്കെ കൊത്തുപണി കണ്ടോ. ഇതിലൊക്കെ എത്ര പണികളാണെന്ന് നോക്കി. എല്ലാം തകർക്കപ്പെട്ടതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ്.
അപ്പോൾ നമ്മൾ കറങ്ങി ഇപ്പുറത്ത് വന്നു. 2 ക്ഷേത്രങ്ങളാണ്. 2 ക്ഷേത്രങ്ങൾക്കിടയിൽ ഒരു മണ്ഡപമുണ്ട്. ഇങ്ങോട്ടും ആ മണ്ഡപം ഉണ്ടായിരുന്നതാണ്, അത് തകർക്കപ്പെട്ടതാണ് കേട്ടോ. ഈ മണ്ഡപമായിട്ട് ഇത് ഫുള്ളായിട്ട് മണ്ഡപമായിരുന്നു, അത് നശിച്ചു പോയതാണ്. അന്നെങ്കിൽ തകർക്കപ്പെട്ടു. ചോളരാജാക്കന്മാരുടെ കാലത്താണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് ഉള്ള ഒരു ഇതുള്ളത്. 11-ാം നൂറ്റാണ്ടിൽ. എന്തോ ആനകളാണ് മൊത്തം. ആനകളുടെ പുറത്ത് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു അമ്പലം പോലെയാണ് ഇത് പണിതിരിക്കുന്നത്. ശിവക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ കൊത്തുപണികൾ കണ്ടോ. വളരെ മനോഹരമായി തന്നെ അതിനെ ഇത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നിറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ട് തന്നെയാണ് സംരക്ഷിക്കുന്നത്. ഇത് മറ്റൊരു ക്ഷേത്രമാണ് ആ കാണുന്നത്. അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നടുവിൽ കാണുന്ന മണ്ഡപം 2 ക്ഷേത്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മണ്ഡപമായിരുന്നു. ഇപ്പുറത്തെ സൈഡിലത്തത് തകർന്നു പോയതോ നശിപ്പിക്കപ്പെട്ടതോ ആണ്. ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. ഇവിടെ മൊത്തമായിട്ട് 11 ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ 2 ക്ഷേത്രമാണ് ഇത് മറ്റൊരു ക്ഷേത്രമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒന്ന് വലം വെച്ചിട്ട് കയറുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇത് കണ്ട പുൽമൈതാനം പിടിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. ഇത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പൂജ കഴിഞ്ഞുള്ള വെള്ളം വെളിയിലേക്ക് വരാനുള്ള ഒരു ചാലാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിലും സെൻറ്ററിലെ 4 കല്ലുകളാണ് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി കല്ലുകളെല്ലാം റഫ് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ശിവലിംഗ പ്രതിഷ്ഠയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരേ രീതിയിലുള്ളതാണെങ്കിൽ ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠയുടെ അങ്ങോട്ട് പോകുന്ന വഴി, അതിൻ്റെ കവാടം മാത്രം മറ്റൊരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് വെട്ടം കയറാൻ വേണ്ടി ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ കൊത്തുപണികളോട് കൂടിയൊരു ക്ഷേത്രം. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും വളരെ മനോഹരമാണ്. നമ്മുടെ എവിടെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കണ്ണിലോട്ട് അടിക്കുന്ന രീതിയിലാണ്, പക്ഷേ ഇത് കാണത്തക്ക രീതിയിൽ, അതായത് അതിൻ്റെ തെളിമ ആ ക്ഷേത്രത്തിൻ്റെ പകിട്ട് കാണത്തക്ക രീതിയിലാണ് ഇവിടെ ലൈറ്റിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ പോലെ അവിടെ എല്ലാം ലൈറ്റ് കെട്ടി വെക്കുന്ന പരിപാടിയില്ല. ചെയ്യുന്നത് വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് കൊണ്ടാവും. ഇതാണ് ആ ക്ഷേത്രനഗരിലെ മറ്റൊരു അമ്പലം. ഇവിടെയും ശിവപ്രതിഷ്ഠയാണ് കാണുന്നത്. ലക്കുണ്ടി ഗ്രാമമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഗ്രാമം. ട്രാക്ടറിൽ പാട്ട് വെച്ച് പോകുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, കാറ്റാടിയൊക്കെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. ലക്കുണ്ടി ഗ്രാമമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ നാരങ്ങാവെള്ളം എല്ലാം കുടിച്ചിട്ട് നമുക്ക് പതിയെ യാത്ര തിരിക്കാം. ഇവിടെ വെള്ളം എടുക്കാനുള്ള സൗകര്യം, വെള്ള ശുദ്ധീകരണ ശാലയൊക്കെയാണ് ആ കാണുന്നത്. അവിടെ നിന്നാണ് ആളുകൾ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ചായയോ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പതിയെ പോകാം. പാടത്തു നിന്നൊക്കെ പണി കഴിഞ്ഞ് വരുന്നവരാണ്. ട്രാക്ടറിലാണ് അവരുടെ യാത്ര.